എപ്പിസോഡിൽ നമ്മൾ കണ്ടത് പഴനിയിൽ നിന്ന് കൊടൈക്കനാലിലേക്കുള്ള യാത്രയും സിൽവർ കാസ്കേഡ് വാട്ടർഫോൾസും പിന്നെ കൊടൈക്കനാലിലേക്ക് എത്തി റൂമിലേക്ക് കടക്കുന്നത് വരെയാണ്. തുടർന്ന് കാണുക. ഞങ്ങൾ 5 പേരുള്ള കാരണം ഒരു ഫാമിലി സ്യൂട്ടാണ് എടുത്തത്. ഇത് കുറച്ച് പഴയ ഹോട്ടലാണെങ്കിലും എല്ലാം നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. എല്ലാത്തിലും ഒരു വുഡ് വർക്ക് ഉണ്ട്. ഇനി അടുത്ത റൂം കാണാം. ഇത് ലിവിംഗ് സ്പേസ്. നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ കെറ്റിലും കോഫി ഉണ്ടാക്കാനുള്ള ഐറ്റംസും ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് അടുത്ത റൂം. ബാത്റൂമും ഒന്ന് നോക്കാം. ബാത്റൂം കൊള്ളാം. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. TV ഫ്രെയിം വരെ വുഡൻ ഫിനിഷ്. കോറിഡോറിലേക്ക് ഒന്ന് കടക്കാം. ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കണ്ടിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് പുറത്തിറങ്ങാം. പുറത്ത് നമ്മളെ കാത്ത് കൊടൈക്കനാൽ പട്ടണം. അജ്ജോ, ഇത് വല്ലാത്തൊരു കാത്തിരിപ്പായല്ലോ. ഹെവി ബ്ലോക്ക്. ഹോട്ടലിൽ നിന്നൊരു 2 കിലോമീറ്റർ ഒക്കെയുള്ളൂ കൊടൈക്കനാൽ ലേക്കിലേക്ക്. പക്ഷെ ബ്ലോക്ക് ആയ കാരണം എത്ര ടൈം എടുക്കാവോ? ഇല്ല, വലിയ കുഴപ്പമില്ല. 20 മിനിറ്റ്സിനുള്ളിൽ എത്തി. ലേക്ക് സൈഡ് ഫുൾ ആക്റ്റീവ് ആണ്. നല്ലൊരു ഈവനിങ് എൻജോയ് ചെയ്യാൻ കുറെ പേര് എത്തിയിട്ടുണ്ട്. ഹോഴ്സ് റൈഡിങ്, സൈക്ലിംഗ്, ബോട്ടിങ് ഈ വക പരിപാടികളൊക്കെ ഉണ്ട്. ഒരു 1.5 സെഞ്ച്വറി മുമ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ മാൻമെയ്ഡ് ലേക്ക്. ഞങ്ങൾ ഈ ലേക്കിനൊന്ന് ചുറ്റാമെന്ന് തീരുമാനിച്ചു. ചുമ്മാ ഒരു രസം. ഇതൊക്കെ ചുറ്റിക്കാണാൻ വന്നതല്ലേ. ഒരു 4-4.5 കിലോമീറ്റർ ഉണ്ടാവും. കൊടൈക്കനാൽ വന്ന് സൈക്കിൾ റെന്റിനെടുത്ത് ലേക്കിനു ചുറ്റും ചവിട്ടുക എന്നുള്ളതാണല്ലോ കാലങ്ങളായുള്ള ഒരു ആചാരം. പക്ഷെ വേണ്ട ഗൈസ്, ഈ തിരക്കിലും ബ്ലോക്കിലും ആ സൈക്കിൾ ഓടിക്കൽ അത്ര എൻജോയബിൾ ആവില്ല. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി പോകും. പിന്നെ വേണമെങ്കിൽ ലേക്കിനു ചുറ്റും നല്ല ചൂട് സമൂസയോ കോണോ ഒക്കെ കഴിച്ച് ഒരു വോക്കാവാം. ഒരു 1.5 മണിക്കൂർ. ഞങ്ങൾ എന്തായാലും 2 പരിപാടിക്കും നിന്നില്ല. ഇനി അങ്ങനെ നന്നായി എൻജോയ് ചെയ്ത് സൈക്കിൾ ഓടിക്കണം എന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ തന്നെ വരുന്നതാവും നല്ലത്. ലേക്കിൽ ബോട്ടിങ്ങും നടക്കുന്നുണ്ട്. റോബോട്ടിങ്ങും പെഡൽ ബോട്ടിങ്ങും ഒക്കെ ഉണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് എൻജോയ് ചെയ്യാം. അങ്ങനെ
പഠിക്കുമ്പോഴാ ഹോഴ്സ് റൈഡിങ്ങിന് പോവാൻ എനിക്കൊരു മോഹം. കൊടൈക്കനാൽ ലേക്ക് വ്യൂ ഒക്കെ കണ്ട് ഈ ബ്ലോക്കൊക്കെ കണ്ട് ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുന്ന വണ്ടികൾക്ക് ഇടയിലൂടെ ഒരു കുതിര സവാരി. കുതിരയ്ക്കും ബ്ലോക്ക് കിട്ടിയ? ഇല്ല, ക്ലിയർ ആയി. ഞാൻ ഫുൾ ഓൺ, പിന്നല്ല. അമ്മ ഈ ചിരിയൊക്കെ ചിരിക്കുന്നുണ്ടെങ്കിലും കേറാൻ പേടിയാണെന്ന് പറഞ്ഞ് ഫുൾ ബഹളായിരുന്നു. അച്ഛൻ പിന്നെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞ് നൈസായി സ്കിപ്പായി. ഇരുട്ടായി. എന്നാലെന്താ, ലൈറ്റ് ഓൺ ആക്കിയിട്ട് കൊടൈക്കനാൽ പിന്നെയും ഓൺ. ഷോപ്പിംഗ് കൂടുതൽ ആക്റ്റീവായി. ജാക്കറ്റ്, മങ്കി ക്യാപ്, സ്വെറ്റർ, ബ്ലാങ്കറ്റ്, അങ്ങനെ എല്ലാത്തിനും ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട്. ടിബറ്റൻ റെഫ്യൂജീസ് ആണ് കുതിയൊക്കെ സെയിൽ ചെയ്യുന്നത്. ഇവിടുത്തെ ഷോപ്പുകാരൊക്കെ ഈ ലേക്കിലെ വെള്ളമാണോ ഉപയോഗിക്കുന്നത്? എന്തിനു ഉപയോഗിച്ചാലും കൊള്ളാം. ജ്യൂസ് പോലെയൊക്കെ ഓരോന്നുണ്ടാക്കി തരാൻ എടുക്കാതിരുന്നാ മതി. ലേക്കിലെ വെള്ളം കുറെ പൊല്യൂട്ടഡ് ആണെന്ന് റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ചുറ്റുമുള്ള പല ഹോട്ടലിലെയും വീടുകളിലെയും ഒക്കെ വേസ്റ്റ് വാട്ടർ ഇതിലേക്ക് എത്തുന്നു എന്നൊക്കെയായിരുന്നു റിപ്പോർട്ട്. അല്ല, ഇവിടെ അങ്ങനെ യൂസ് ചെയ്യുന്നൊന്നല്ല, പല സ്ഥലത്തും അങ്ങനെ ചെയ്യുന്നതിന്റെ വീഡിയോസ് വന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ചെയ്യാതിരുന്നാൽ നല്ലത്. എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. പിന്നെ ഇവിടുത്തെ മറ്റൊരു ആചാരമാണല്ലോ ബലൂൺ വെടിവെച്ച് പൊട്ടിക്കുക എന്നുള്ളത്. ആ ചേട്ടൻ പൊട്ടിച്ചു തീർത്തട്ടെ വീട്ടിൽ പോകുള്ളൂ എന്ന വാശിയിലാണെന്ന് തോന്നുന്നു. ഇരുട്ടായിട്ടും പൊട്ടിച്ചോണ്ടിരിക്കുക. അവിടെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. തവ ജസ്റ്റ് ഒരു 1 മിനിറ്റ് നടക്കാനുള്ള ദൂരം. അച്ഛൻ അവിടെ പോയിട്ട് പാഴ്സലൊക്കെ വാങ്ങിക്കൊണ്ടു വന്നു. ഇനി നേരെ റൂമിലേക്ക്. എത്തിപ്പോയി. ആഹാ, ലൈറ്റൊക്കെ ഇട്ടപ്പോ കുറച്ചും കൂടി ഭംഗിയായല്ലോ. കൊള്ളാം. ഹൈഡീസ് പാർക്ക്, അതാണ് ഹോട്ടലിന്റെ പേര്. ടൗണിൽ തന്നെ. എന്നാൽ ലേക്കിന്റെ അടുത്ത് ബഹളവും ബ്ലോക്കൊന്നും ഇല്ല. നമുക്ക് ഈ ഫാമിലി സ്യൂട്ട് കിട്ടിയത് ഒരു 5000 അടുത്ത റേറ്റിലാ. കൊടൈക്കനാലിലൊക്കെ ഇങ്ങനെ ഒരു സ്ഥലം ഈ റേറ്റിന് കിട്ടുന്നത് വലിയ കുഴപ്പമില്ല. റിസപ്ഷൻ ഏരിയ. ഇവിടെ ആരും ഇല്ലേ? ഉണ്ട്, ആളുണ്ട്. ഇവരുടെ റെസ്റ്റോറന്റ് താഴെയാണ്. അനീഫ ബിരിയാണി എന്ന ഏതോ ബ്രാൻഡാണ്. കുറച്ചു ഡിമാൻഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് കഴിക്കാനായി കുറെ ആളുകൾ വരുന്നത് കണ്ടു. നമുക്കും കിട്ടിയിട്ടുണ്ട് കോംപ്ലിമെന്ററി ആയി കുറച്ച് ബിരിയാണി അത്ര പോരാ. ബട്ട് തവ റെസ്റ്റോറൻറ്റിലത്തെ ഫുഡ് സൂപ്പർ ആയിരുന്നു. ഞാൻ കുറച്ച് കോഫി ഉണ്ടാക്കി തരാം. നല്ല ചൂടോടെ അതങ്ങോട്ട് കുടിച്ചോ, ആ തണുപ്പൊക്കെ മാറും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സ്പെല്ലിംഗ് വരെ എഴുതി കാണിക്കുന്നുണ്ട്.
അതും കൊടൈക്കനാലിലെ നല്ല മിസ്റ്റി ഗ്ലാസ്സില് നല്ല ബെസ്റ്റായി എഴുതി കാണിക്കുന്നുണ്ട്. നീ കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയണ്ട. ട്യൂബിലൂടെ നമുക്കൊന്ന് പുറത്തേക്ക് നോക്കിയാലോ? കൊടൈക്കനാൽ പട്ടണം ഉറങ്ങി തുടങ്ങി, നമുക്കും ഉറങ്ങാം. കോട പുതച്ചുറങ്ങുന്ന കൊടൈക്കനാൽ ഉണരാറായി. നമുക്കപ്പോ ഒരു ചായ കുടിച്ചാലോ? വാവ്, നല്ല മിസ്റ്റി മോർണിംഗ്. പുറത്തെന്താ കഥ? ആ സ്റ്റോണൊക്കെ വെച്ചുണ്ടാക്കിയ ഒരു ബിൽഡിങ്ങിന് ഒരു സ്പെഷ്യൽ ലുക്കല്ലേ? നമ്മളിപ്പോ ഒരു 2000 മീറ്റർ ഒക്കെ ഹൈറ്റിലാ. അതായത് സീ ലെവലിൽ നിന്നൊരു 6500 ഫീറ്റ് അബവ് ആണ്. നല്ല മിസ്റ്റി മോർണിംഗ് ഒക്കെ തന്നെ. കാര്യം ശരി, പക്ഷെ ചെറുതായി മഴയുണ്ട്. മഴ എങ്ങനെ നിന്നാൽ നമ്മുടെ സൈറ്റ് സീയിങ് അത്ര കംഫർട്ടബിൾ ആവില്ല. ഭാഗ്യം, മഴ മാറി. ഇപ്പൊ നല്ല പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിട്ടുണ്ട്. എല്ലാവരും നേരത്തെ തന്നെ കുളിച്ച് റെഡിയായി താഴെ റെസ്റ്റോറൻറ്റിലെത്തി. ഇന്നലെ നൈറ്റ് തന്നെ മെസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമൊക്കെ ചോദിച്ചു വെച്ചിരുന്നു. നേരത്തെ തന്നെ പോകണം, അതായിരുന്നു പ്ലാൻ. ബട്ട് ഫുഡ് വന്നത് അവർ പറഞ്ഞ ടൈമിനേക്കാളും 45 മിനിറ്റ്സ് ലേറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് നമ്മളെ ട്രിപ്പ് പ്ലാനൊക്കെ ചെറുതായിട്ടൊന്ന് തെറ്റി. അത് കുഴപ്പമില്ല, എപ്പോഴും എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കണമെന്നില്ലല്ലോ. പക്ഷെ ലേറ്റായി ഫുഡ് വന്നാലും ലോഡ് ഐറ്റംസ് ആണ് വന്നത്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ലേറ്റ് ആയപ്പോ ഈ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് വെച്ചിട്ട് പോകുന്ന വഴിയിൽ എവിടെന്നെങ്കിലും കഴിച്ചാലൊന്ന് ആലോചിച്ചതാ. പിന്നെ ടൗൺ വിട്ടാൽ നല്ല റെസ്റ്റോറൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പോയില്ല. പോകാഞ്ഞത് നന്നായി, ഇത് മിസ്സായില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് മധുരവും ഒക്കെ കഴിച്ച് ഞങ്ങൾ ഹോട്ടലിൽ നിന്നിറങ്ങി. ക്ലൈമറ്റ് ഒന്നും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. താഴെ കാണുന്നതാണ് കൊടൈക്കനാൽ ലേക്ക്. അപ്പർ ലേക്ക് വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. സെയിം കൊടൈക്കനാൽ ലേക്ക് തന്നെ കുറച്ച് മുകളിൽ നിന്ന് കാണാം. അത്രേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പോകാം. പിന്നെ ഈ റോസ് ഗാർഡൻ, ഇതൊന്നും നമ്മൾ ഇപ്പൊ കാണാൻ പോകുന്നില്ല. കുറച്ചും കൂടി നല്ല കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആകെ ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ. നേരം കളയാനില്ല. ഇപ്പൊ തന്നെ ലേറ്റ് ആണ്. ഒരു 2 days ഒക്കെ കൊടൈക്കനാലിൽ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥിരം പ്ലേസുകളിൽ പോകാം. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ നേരത്തെ പോയില്ലെങ്കിൽ നല്ല തിരക്കാവും. പിന്നെ പല സ്ഥലത്തും ആ വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റാത്ത പോലെ കടകളും ബഹളവും ഒക്കെയാണ്. കണ്ടോ, പല സ്പോട്ടിലും നല്ല തിരക്കായി തുടങ്ങി. നല്ല സീനിക് റൂട്ടാ, റൈഡേഴ്സിനൊക്കെ പറ്റിയ റൂട്ട്. പിന്നെ കുറച്ചും കൂടി നേരത്തെ വരാൻ നോക്കാം. അപ്പോൾ വെയിലും അധികം തിരക്കും ഒന്നുമില്ലാതെ എൻജോയ് ചെയ്ത് പോകാം. ടൗണിൽ നിന്നൊരു 5-6 കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോൾ ഇങ്ങനൊരു ഡൈവേർഷൻ കാണാം. ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. മോൾ പോയിന്റ്, ഗുണ കേവ്സ് ഒക്കെ ആ വഴിയില്ല. ഏത് നമ്മുടെ ഗുണ കേവ്സ്.
നമ്മൾ അങ്ങോട്ട് പോകാതെ ഈ ഡയറക്ഷനിൽ തിരിഞ്ഞു. ഗുണ കേവ്സ് ഒക്കെ നിങ്ങളിപ്പോ കൊറേ കണ്ടുല്ലോ. അതുകൊണ്ട് കൺമണി ഇന്ത പക്കം വാ, ഇവിടെയും നല്ല കാഴ്ചകളുണ്ട്. അதையும் தாண்டி புனிதமான വഴിയിൽ ആരെയും കാണാത്തത് കൊണ്ട് ആരും ഈ വഴി വരാറില്ല എന്ന് വിചാരിക്കണ്ട. കൊടൈക്കനാലിന്റെ ബാക്കി ടൂറിസ്റ്റ് സ്പോട്ടുകളിലുള്ള അത്ര റഷ് ഇവിടെ ഇല്ല എന്നുള്ളൂ. പക്ഷെ ഇതും ഇപ്പോൾ കുറെ ആൾക്കാർ വരുന്ന പ്ലേസ് ആയിട്ടുണ്ട്. പിന്നെ വഴിയിലധികം കാണാത്തതിന് കാരണം അവർക്ക് നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടാവും. കണ്ടോ, ചിലരൊക്കെ വഴിയിലുണ്ട്. അത് ഈ പൈൻ ഫോറസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെയാ. നല്ലൊരു ലൊക്കേഷൻ അത്. എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞില്ലല്ലോ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറഞ്ഞാലോ. ഇപ്പൊ തന്നെ മനസ്സിലായിണ്ടാവും കുറെ പേർക്ക്. മനസ്സിലായാലും ഇല്ലെങ്കിലും ഒപ്പം വന്നോന്നേ. സോ see you later. See you soon.